കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കടങ്ങൾ അകറ്റാനുള്ള ഋണമോചന മംഗല സ്തോത്രം എല്ലാ ദിവസവും 108 തവണ വീതം ഈ പറയുന്ന ഋണമോചന മംഗല സ്തോത്രം എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരവും 108 തവണ വീതം നിങ്ങൾ ഒരു 90 ദിവസം 3 മാസക്കാലം അടുപ്പിച്ച് നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ കടങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതായിക്കോളും. ഋണമോചന മംഗല സ്തോത്രം. മംഗലോ ഭൂമിപുത്രശ്ച ഋണകർത്താ ധനപ്രദ സ്ഥിരാസനോ മഹാകായ സർവകാമ വിരോധ. 4 വരിയേ ഉള്ളൂ. പക്ഷെ 108 തവണ ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിലിരുന്ന് 90 ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ചത് ചെയ്യാൻ ശ്രമിക്കാം. മംഗലോ ഭൂമിപുത്രശ്ച ഋണകർത്താ ധനപ്രദ സ്ഥിരാസനോ മഹാകായ സർവകാമ വിരോധ. ഈ ഋണമോചന മംഗല സ്തോത്രം സ്കന്ദപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ഋണമോചന മംഗല സ്തോത്രം ഇത് സ്കന്ദപുരാണത്തിലുള്ളതും, സ്കന്ദപുരാണം മേടിച്ച് വായിച്ചു നോക്കിയാൽ അതിലറിയാൻ പറ്റും ഈ 4 വരിയുള്ള മന്ത്രം. ഭാർഗവ ഋഷി പ്രോക്തവുമാണ്. സ്കന്ദപുരാണത്തിലുണ്ട്. ഭാർഗവ ഋഷി പ്രോക്ത മന്ത്രവും കൂടിയാണ്. ഋണഹരണക്ഷമവും ധനധാന്യാദികൾ നൽകുന്നതുമാണ് ഈ സ്തോത്രം. അതായത് കടം മാറി ധനം വരുമ്പോൾ കടം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ കയ്യിൽ ധനം നിലനിൽക്കാത്തത്. എല്ലാം പലിശയായിട്ടും മറ്റുള്ളവർക്ക് കടക്കാർക്കും പോകുന്നത്. അപ്പോൾ കടം മാറിക്കഴിഞ്ഞ് ധനം വരാൻ തുടങ്ങിയ എന്തായിരിക്കും? ധനധാന്യ സമൃദ്ധി കൂടാൻ തുടങ്ങും. നമ്മുടെ ധനങ്ങൾ കൂടാൻ തുടങ്ങും, ഇല്ലേ? കടം കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നു, ബാക്കിയാകുന്നു, ഒരു സമ്പാദ്യം ഒരിടത്ത് വരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഋഷി പ്രോക്തത്തില് ഈ സ്കന്ദപുരാണത്തിലുള്ള ഈ മന്ത്രം, ഈ ഋണമോചന മംഗല സ്തോത്രം ജപിച്ച് നമ്മൾ നമ്മുടെ ആ കടങ്ങളെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളിലേക്ക് എന്ത് വരാൻ തുടങ്ങും? ധനധാന്യാദികൾ വന്ന് കൂടാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഈ പറയുന്ന മന്ത്രം ദിവസവും 108 ജപിക്കുക.